മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. ആഗോളതലത്തിൽ മൈക്രോസോഫ്റ്റ് തകരാറിലായി. അമേരിക്കയിൽ വിമാന സർവീസുകൾ ഉൾപ്പെടെ താറുമാറായി. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിലെ ബാങ്കുകളുടെ പ്രവർത്തനം, മാധ്യമ സ്ഥാപനങ്ങൾ, IT മേഖല തുടങ്ങിയ മേഖലകളെ തകരാർ ബാധിച്ചു. US-ൽ 911 സേവനങ്ങളും ലണ്ടനിലെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സേവനങ്ങളും തടസ്സപ്പെട്ടു. സൈബർ സുരക്ഷാ സ്ഥാപനമായ ക്രൗഡ് സ്ട്രൈക്കിൽ ഉണ്ടായ പ്രശ്നം മൂലമാണ് വിൻഡോസ് പണിമുടക്കിയതെന്നാണ് അറിയുന്നത്. ഹൈദരാബാദ് വിമാനത്താവളത്തിൽ 23 വിമാനങ്ങൾ റദ്ദാക്കി എന്നും അറിയുന്നു. ഇതുമായി ബന്ധപ്പെട്ട വിശദ വിവരങ്ങൾ നൽകാൻ ഇൻപർപ്പിൾ ടെക്നോളജി CEO ഷാഹിർ കെ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ഷാഹിർ, നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത് എന്തുകൊണ്ട് ഇത് സംഭവിച്ചു, ഗുരുതരമായ വിഷയമാണോ, എങ്ങനെ ലോകത്തെ ബാധിക്കുന്നു? ഇത് യഥാർത്ഥ വളരെ വലിയ വിഷയമാണ്. അതിന്റെ ഇമ്പാക്റ്റുകൾ നമ്മൾ അറിയാനിരിക്കുന്നേ ഉള്ളൂ. ഇത് ശരിക്കും നിങ്ങൾ പറഞ്ഞ പോലെ ഒരു പ്രശ്നമല്ല, 2 പ്രശ്നങ്ങളുണ്ട് ഇതിൽ. ഒന്ന്, മൈക്രോസോഫ്റ്റ് വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്ത കമ്പ്യൂട്ടറുകളിൽ അതിലെ സൈബർ സെക്യൂരിറ്റി ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് ക്രൗഡ് സ്ട്രൈക്ക് എന്ന് പറയുന്ന വേറൊരു കമ്പനിയുടെ ഒരു പ്രോഡക്റ്റ് ഉണ്ട്, ഫാൽക്കൺ എന്ന് പറയുന്നത്. ആ ഫാൽക്കൺ വഴി ഇംപ്ലിമെന്റ് ചെയ്ത ഒരു അപ്ഡേറ്റിലാണ് യഥാർത്ഥത്തിലുള്ള പ്രശ്നം. അപ്പോൾ അതുവഴി വിൻഡോസ് കമ്പ്യൂട്ടറുകളുടെ സൈബർ സെക്യൂരിറ്റി സുരക്ഷ ഉറപ്പുവരുത്താൻ വേണ്ടി ഇൻസ്റ്റാൾ ചെയ്ത സോഫ്റ്റ്വെയറിലെ ലേറ്റസ്റ്റ് അപ്ഡേറ്റിലാണ് പ്രശ്നം 1 വന്നിരിക്കുന്നത്. അപ്പോൾ അതിപ്പോൾ ആ ക്രൗഡ് സ്ട്രൈക്ക് കമ്പനി ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, അതൊരു റോൾ ബാക്ക് ചെയ്യാണ്, അതോടുകൂടി പ്രശ്നം സോൾവ് ചെയ്യുന്നുള്ളത്. രണ്ടാമത്തത്, മൈക്രോസോഫ്റ്റിന്റെ ക്ലൗഡ് പ്ലാറ്റ്ഫോമായ അസ്യൂർ, അവർക്കും ഇത് കൊണ്ടാണോ എന്ന് ഇപ്പോഴും വ്യക്തമല്ല. അമേരിക്കയിലുള്ള അവരുടെ 1-2 ഡാറ്റാ സെന്ററുകളിൽ ഈ പ്രശ്നം വന്നിട്ട് അത് വ്യാപകമായിട്ട് ക്ലൗഡ് സർവീസ് ഡിസ്ട്രപ്ഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ 2 ഇഷ്യൂസ് ഉള്ളതായിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത്. അതിന്റെ ഇമ്പാക്ട് വളരെ ഹ്യൂജ് ആണ്. ഇപ്പൊ എനിക്ക് തന്നെ ഞാൻ ആക്ച്വലി യൂറോപ്പിലാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ എനിക്ക് എൻ്റെ ബാങ്കിൽ നിന്ന് മെയിൽ വന്നു കഴിഞ്ഞു, സ്വിഫ്റ്റ് ട്രാൻസാക്ഷൻസ് ഡിലേയോ അല്ലെങ്കിൽ ഡിസ്ട്രപ്ഷനോ വരും, അതുകൊണ്ട് ബി കെയർഫുൾ. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ലോകത്തിന്റെ പല ഭാഗങ്ങളിലും കമ്പ്യൂട്ടർ ബന്ധപ്പെട്ടുകൊണ്ടാണ് കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നത്. അപ്പൊ അതിൽ ക്ലൗഡ് ഏതെങ്കിലും അർത്ഥത്തിൽ തകരാറായി കഴിഞ്ഞാൽ അതിന്റെ ഇമ്പാക്ട് ഇപ്പോൾ ഹോസ്പിറ്റലാണെങ്കിൽ ഹോസ്പിറ്റലിൽ ഉണ്ടാവും. അത് എത്രത്തോളം നഷ്ടങ്ങളുണ്ട്, ജീവഹാനി സംഭവിച്ചിട്ടുണ്ടോ നമുക്കറിയില്ല. അത് വരും ദിവസങ്ങളിൽ നമ്മൾ അറിയാൻ പോകുന്നുള്ളൂ. ബാങ്കിങ് മേഖല വളരെ വലിയ പ്രശ്നങ്ങൾ ഇനി വരാൻ പോകുന്നതേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു പ്രശ്നം സംഭവിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അങ്ങനെയാണോ? എങ്കിൽ തന്നെ ഈ വരാനിരിക്കുന്ന പ്രശ്നങ്ങൾ അത് ഏതൊക്കെ മേഖലകളെ ആയിരിക്കും കൂടുതൽ ബാധിക്കുക? ആദ്യമായിട്ടെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഈ അർത്ഥത്തിൽ ക്ലൗഡിലും അതുപോലെ ഡെസ്ക്ടോപ്പിലും ഒരേ സമയത്ത് വന്നിട്ടുള്ള ഈ ഒരു രീതിയിലുള്ള ഒരു ഔട്ട്റേജ് എനിക്ക് തോന്നുന്നത് ഈ അടുത്ത കാരണം ഈ ക്രൗഡ് സ്ട്രൈക്ക് എന്ന് പറയുന്ന ഒരു സൈബർ സെക്യൂരിറ്റി കമ്പനി കമ്പ്യൂട്ടറുകളിൽ സൈബർ അറ്റാക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്ത ഒരു സോഫ്റ്റ്വെയറിലെ ഒരു മിസ്റ്റേക്ക്, ആ മിസ്റ്റേക്കാണ് ഈ മൊത്തം പ്രശ്നം സാധാരണ നമ്മുടെ കമ്പ്യൂട്ടറുകളിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. എന്നാൽ ക്ലൗഡിലുണ്ടായ പ്രശ്നങ്ങളുടെ കാരണം വേറെയാണ് എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. അതൊക്കെ ഇന്ന് സംഭവിച്ചതായതുകൊണ്ട് യഥാർത്ഥ അനാലിസിസ് വരാനിരിക്കുന്നേ ഉള്ളൂ. പക്ഷെ അതിന്റെ ഇമ്പാക്ട് വെരി ഹ്യൂജ് ആണ്. വെരി ഹ്യൂജ് എന്ന് പറഞ്ഞാൽ അതിന്റെ അനാലിസിസുകൾ വരും ദിവസങ്ങളിൽ മാത്രമേ അറിയുള്ളൂ. കാരണം ഒരുപാട് IT കമ്പനി, എന്റെ സുഹൃത്തുക്കൾ IT കമ്പനികൾ വർക്ക് ചെയ്യുന്ന ആളുകൾ നീല എനിക്ക് സ്ക്രീൻ അയച്ചിട്ട് കാണിക്കുന്നുണ്ട്. എന്താ ചെയ്യുക? ഒന്നും ചെയ്യാനില്ല. പിന്നെ അതുപോലെ ഈ ട്രാൻസാക്ഷൻസ്, ഹോസ്പിറ്റലുകൾ, ഇപ്പോൾ ഇവിടെ യൂറോപ്പിലാണെങ്കിൽ സ്പെയിനിലെല്ലാം ഓൾറെഡി റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു, ഫ്ലൈറ്റുകളെല്ലാം ഡിലേ ആണ് എന്ന് പറഞ്ഞിട്ട്. അതുപോലെ ട്രെയിനുകൾ വരാൻ കാരണം ട്രെയിൻ എല്ലാം ഇതിന്റെ സ്കെഡ്യൂളും കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് ക്ലൗഡും കമ്പ്യൂട്ടറും ഒക്കെ തന്നെയാണ്. അപ്പൊ അതിനകത്ത് വിൻഡോസ് ബേസ്ഡ് ആയിട്ടുള്ള കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന സ്ഥാപനങ്ങളിലും മൈക്രോസോഫ്റ്റിന്റെ തന്നെ അസ്യൂർ ക്ലൗഡ് പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറിലും ഈ പ്രശ്നം സംഭവിച്ചിട്ടുണ്ടാവും. അതിന്റെ ഇമ്പാക്ട് അറിയാനിരിക്കുന്നേ ഉള്ളൂ. വരും ഭാവിയിലും സംഭവിക്കും. കാരണം ടെക്നോളജി ഡ്രിവൺ ലോകത്ത് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴും അത് വരാതിരിക്കാനുള്ള മുൻകരുതലുകൾ ഈ കമ്പനികളും സംവിധാനങ്ങളും എടുക്കുന്നത് കൊണ്ട് അതുകൊണ്ട് പെട്ടെന്ന് സംഭവിക്കാത്തത്. അപ്പോ വരാതിരിക്കില്ല, പക്ഷെ അതിനെ കവർ ചെയ്യാനുള്ള മെക്കാനിസം ഈ കമ്പനികൾ കാണുന്നുണ്ട്, അത് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യും. ഇപ്രാവശ്യം പ്രധാനമായിട്ടും ക്രൗഡ് സ്ട്രൈക്കിന്റെ ഭാഗത്ത് എന്ന് പറയും.
വലിയ ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ്. ഒന്ന് ബാങ്കിങ്ങിനെ ഇത് ബാധിക്കുന്നു എന്ന് പറയുന്നത്. മറ്റൊന്ന് വ്യോമയാന മേലെ ഇപ്പൊ തന്നെ ഈ വിമാന സർവീസുകളുടെ ബുക്കിംഗ് ഒക്കെ റദ്ദാക്കി വെച്ചിരിക്കുകയാണ്. അപ്പം അത് ആഗോളതലത്തിൽ വലിയ രീതിയിൽ തിരിച്ചടിയാകാനുള്ള സാധ്യതയുണ്ട്. അതിൽ നിന്ന് എത്രയും പെട്ടെന്ന് ഇത് റിക്കവർ ചെയ്യുക, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നം പരിഹരിക്കുക എന്നതിലേക്ക് എത്ര ദൂരമുണ്ട്? ഈ പറഞ്ഞിരിക്കുന്ന പ്രശ്നം ബാങ്കിങ്ങും ഈ വിമാനത്താവള പ്രശ്നങ്ങളും ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും വലിയ തകരാറുകൾ സംഭവിക്കാൻ ഇതുകൊണ്ട് കാരണമാവുമോ? ഉണ്ടാവും. ഉദാഹരണത്തിന് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ സ്കെഡ്യൂളുകൾ പലതും റൺ ചെയ്യുന്നത് ഓട്ടോമേറ്റഡ് ആയിട്ട് റൺ ചെയ്തിട്ടുണ്ടാവും പല കാര്യങ്ങളും. അപ്പോൾ ഇതിൽ ഒന്നിൽ പ്രശ്നം വന്നാൽ തന്നെ സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ട് പലതും അടച്ചുപൂട്ടേണ്ടി വരും. ഉദാഹരണത്തിന് ട്രെയിൻ സിസ്റ്റത്തിനകത്ത് ഒരു തകരാറ് വന്നു കഴിഞ്ഞാൽ ഒരു കൊളാപ്സ് ആയി അല്ലെങ്കിൽ ഒരു കൂട്ടിയിടി ഒഴിവാക്കാൻ അല്ലെങ്കിൽ അവിടുത്തെ സ്കെഡ്യൂളുകൾ പ്രശ്നമാവാതിരിക്കാൻ ചിലപ്പോൾ അവർ ഷട്ട് ഡൗൺ ചെയ്യാം. ചിലപ്പോൾ ഈ ഫ്ലൈറ്റുകളുടെ കാര്യത്തിൽ അവർ കുറച്ചുകൂടി സൂക്ഷ്മത പാലിക്കും. അപ്പോൾ ഇത് ഓരോ സെക്ടർ അനുസരിച്ചാണ്. ഇപ്പോൾ ഹോസ്പിറ്റലുകളാണെങ്കിൽ ഒരു സർജറി പ്ലാൻ ചെയ്യുമ്പോൾ അതിലൊരു റോബോട്ടിക് സർജറി ആണ്, അതിലൊരു ഏതെങ്കിലും അർത്ഥത്തിലുള്ള ക്ലൗഡ് ഇന്റർഫേസിംഗ് ഉണ്ടെങ്കിൽ അവരത് സ്റ്റോപ്പ് ചെയ്യാണ് ചെയ്യുക. കാരണം പ്രശ്നം വരാൻ സാധ്യത ഉണ്ടെങ്കിൽ അവർ പെട്ടെന്ന് ചെയ്യുന്നത് അതിൽ ഏറ്റവും ഒരു ഹ്യൂമൻ സേഫ്റ്റി ഉദ്ദേശിച്ചുകൊണ്ട് ചില സർവീസസ് നിർത്തിവെക്കും. അപ്പൊ അതുകൊണ്ട് ഈ ഔട്ട്റേജിന്റെ ഇമ്പാക്ട് നമ്മൾ അറിയാനിരിക്കുന്നേ ഉള്ളൂ. ഇത് ഒരു കോർപ്പറേറ്റ് കസ്റ്റമർ തലത്തിലുള്ള മാത്രം ബാധിച്ച വ്യക്തിഗതമായിട്ട് ഇത് ബാധിക്കുന്നുണ്ടോ? വളരെ നന്നായിട്ട്. ഇപ്പോ പലരുടെയും കമ്പ്യൂട്ടർ ഓൾറെഡി വർക്ക് ചെയ്യുന്നില്ല. ഇന്ന് പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യേണ്ട ഒരു കുട്ടി ഉണ്ടായിരുന്നെങ്കിൽ അവന് കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുന്നുണ്ടാവില്ല. മനസ്സിലായി. അതുണ്ടാക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ്. അതായത് ഇത് ക്ലിയർ ചെയ്യുക എന്നുള്ളത് വളരെ ഇപ്പം അത് വിൻഡോസ് തന്നെ വിചാരിക്കണം, ഇല്ലെങ്കിൽ തീരുമാനിക്കണം, അതിനുള്ള പ്രവർത്തനങ്ങൾ നടത്തണം. എങ്കിലും ചോദിക്കട്ടെ, ഇത് ക്ലിയർ ചെയ്യാതെ പോയിട്ടുണ്ടെങ്കിൽ ഉണ്ടാക്കാവുന്ന ഭവിഷ്യത്തുകൾ, അതായത് അത് എടുക്കുന്ന ആ ടൈമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കൂടുതൽ ടൈം എടുത്താൽ ഉണ്ടാകാൻ പോകുന്ന വലിയ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയായിരിക്കും? ഇപ്പൊ നമുക്ക് കിട്ടാൻ പറ്റുന്നത് ഈ ക്രൗഡ് സ്ട്രൈക്കുകാർ അവർ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഞങ്ങളുടെ ഭാഗത്തുനിന്ന് വന്ന അവരുടെ ഒരു ഫാൽക്കൺ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. ഈ ഫാൽക്കൺ പ്ലാറ്റ്ഫോം അതൊരു സോഫ്റ്റ്വെയർ ആണ്. ആ സോഫ്റ്റ്വെയർ സൈബർ സെക്യൂരിറ്റി അറ്റാക്കിൽ നിന്നും കമ്പ്യൂട്ടറുകളെ സുരക്ഷിതമാക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. അതിന്റെ ഒരു പുതിയ വേർഷൻ അവർ അപ്ഡേറ്റ് ചെയ്തപ്പോൾ, പാച്ച് എന്നാണ് ഞങ്ങൾ പറയാ, ഒരു പാച്ച് അപ്ഡേറ്റ് വന്നപ്പോൾ, ഒരു പുതിയ അപ്ഡേറ്റ് വന്നപ്പോൾ അതിന്റെ തകരാറാണ്. അവരത് റോൾ ബാക്ക് ചെയ്യാൻ ഓൾറെഡി ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞു. അത് റോൾ ബാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രോബ്ലം സോൾവ് ആവും. അപ്പോൾ ഓൾറെഡി അതിന്റെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. അതിന്റെ റെസൊല്യൂഷൻസ് ഓൾറെഡി ഡിക്ലെയർഡ് ആണ്. അതിന് പലതിനും വർക്ക് അറൗണ്ടുകൾ എന്ന് പറയും, അതായത് പെട്ടെന്ന് രക്ഷപ്പെടാനുള്ള മെക്കാനിസം ഒക്കെ ഈ കമ്പനികൾ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതെ. ഈ കമ്പനീസാണ് ഈ വിവരങ്ങളെല്ലാം. ഇന്റലിജൻസിനെ സംബന്ധിച്ച് ശ്രീ ഷാക്കിർ, ഇവിടെ ഈ വിൻഡോസ് അപ്ഡേറ്റ് ചെയ്യരുത് എന്നുള്ളൊരു കാര്യം നിർദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ ഈ അപ്ഡേറ്റ് ആൻഡ് ഇൻസ്റ്റാൾ വന്നാൽ അത് ഒഴിവാക്കാൻ വേണ്ടി എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടൊന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? ഈ കേസിൽ എങ്ങനെ പ്രത്യേകിച്ച് പറയാൻ കഴിയില്ല. കാരണം ഇത് ഈ ഒരു അപ്ഡേറ്റ് വന്നിരിക്കുന്ന ക്രൗഡ് സ്ട്രൈക്കിന്റെ സൈഡിൽ നിന്നുള്ള അപ്ഡേറ്റ് ആണ് ഈ പ്രോബ്ലം ഉണ്ടാക്കിയത്, അല്ലാതെ വിൻഡോസിന്റെ അപ്ഡേറ്റ് കൊണ്ടല്ല. അത് വിൻഡോസ് അപ്ഡേറ്റ് ചെയ്തത് കൊണ്ടല്ല പ്രശ്നം വന്നത്. ക്രൗഡ് സ്ട്രൈക്ക് എന്ന് പറയുന്ന വേറൊരു കമ്പനിയുടെ പ്രോഡക്റ്റിൽ വന്ന അപ്ഡേറ്റ് ആണ് യഥാർത്ഥത്തിൽ പ്രശ്നം ഉണ്ടാക്കിയതായിട്ട് ഇതുവരെയുള്ള അനാലിസിസുകൾ പറയുന്നത്. അതുകൊണ്ട് വിൻഡോസിന്റെ അപ്ഡേറ്റ് ആയിട്ട് നമ്മൾ ഇതിനെ പറയാൻ പറ്റില്ല. ഇതൊരു തേർഡ് പാർട്ടി സോഫ്റ്റ്വെയറിന്റെ പ്രശ്നമാണ്. പക്ഷേ അത് സ്വാഭാവികമായിട്ട് വിൻഡോസിൽ പ്രശ്നം ഉണ്ടാക്കി എന്നാണ് ഇതിനെ പറയാൻ പറ്റുക. അതായത് ഈ ക്ലൗഡ് അടിസ്ഥാനമാക്കിയിട്ടുള്ള സിസ്റ്റത്തിൽ സാധാരണ ഈ പ്രതിസന്ധി ഉണ്ടാകാറില്ല. അപ്പം ആ ഒരു സെക്യൂരിറ്റി പ്രശ്നം കൊണ്ട് സംഭവിച്ചതാണ്. താമസിയാതെ ശരിയാകുമെന്ന് പ്രതീക്ഷിക്കാം, അല്ലേ? അതെ, അത് ശരിയാവും. ഇത് റോൾ ബാക്ക് ചെയ്യാൻ ഓൾറെഡി അതിന്റെ അവർ മൂവ് ചെയ്ത് തുടങ്ങി കഴിഞ്ഞു. ക്ലൗഡിനകത്തുണ്ടായിരുന്ന അസ്യൂർ ക്ലൗഡിനകത്തുണ്ടായ പ്രശ്നങ്ങളും അവരത് സോൾവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഓൾറെഡി. പക്ഷേ അതുകൊണ്ടുണ്ടായ ഇമ്പാക്റ്റുകൾ ബാക്കിയായിരിക്കും. ബില്യൺ കണക്കിൽ ഡോളറിന്റെ ട്രാൻസാക്ഷൻസും പ്രശ്നങ്ങളും ഉള്ളതുകൊണ്ട് അത് സോൾവ് ചെയ്യാനായിരിക്കും എനിക്ക് തോന്നുന്നു കൂടുതൽ സമയം എടുക്കുക. ശരി, വളരെ നന്ദി ശ്രീ കെ ഷാക്കിർ ഞങ്ങളോട് പ്രതികരിച്ചതിന്.